ബിഗ് ബോസ് സീസൺ 6 ഫാമിലി വീക്ക് ഇന്നത്തോടുകൂടി അവസാനിച്ചു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇത്രയും നേരത്തെ ഫാമിലി വീക്ക് കൊണ്ടുവന്നു, ഇത്രയും കണ്ടസ്റ്റുകൾ നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തിനൊരു ഫാമിലി വീക്ക് കൊണ്ടുവന്നു എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. കാരണം എന്തിനു വേണ്ടിയായിരുന്നു ഇതിന് ഈ ഒരു ഷോക്ക് സ്ക്രിപ്റ്റഡ് അല്ല. ഇത് 100% പ്യൂറായിട്ട് പ്രേക്ഷകരുടെ തീരുമാനത്തിലും അതിൽ കളിക്കുന്നവരുടെ ഗെയിം സ്പിരിറ്റിലൊക്കെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെങ്കിലും ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ പെർഫെക്റ്റ്ലി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ ഷോ തുടങ്ങുന്നതിന് മുന്നേ ഡേ 1 മുതൽ ഇവർക്ക് അവിടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ പറ്റുന്ന കുറച്ച് കണ്ടസ്റ്റുകൾ അതിൻ്റെ അകത്തോട്ട് കയറ്റി വിട്ടിട്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് ബാക്കി ആ ഒരു സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ക്യാരക്ടേഴ്സിനെ അടിച്ചമർത്തുന്ന ഒരു ലെവലിലോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ഒരു കണ്ടസ്റ്റന്റുകൾ അതിൻ്റെ അകത്ത് അഭിനയിക്കുന്നു, ഈ സ്ക്രിപ്റ്റിനെ അനുസരിച്ച് അതിൽ അഭിനയിക്കുന്നു. പോരാത്തതിന് ഇപ്പോൾ വൈൽഡ് കാർഡുകളെ വെച്ച് അവർ അഭിനയിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ പുറത്ത് കളഞ്ഞ് ഗസ്റ്റുകളെ വന്ന് അവരെ വെച്ച് ഷോ ഇപ്പോൾ അവസാനത്തെ സ്വന്തം ഫാമിലിയെ കൊണ്ടുവന്ന് അവരെ വെച്ച് വരെ ഇതിൽ അഭിനയിപ്പിച്ചു. അതാ എന്നിട്ട് പറയും ഇത് സ്ക്രിപ്റ്റഡ് അല്ലാന്ന്. ഇവരെ എഴുതുന്ന സ്ക്രിപ്റ്റിലോട്ട് ഇവർക്ക് വേണ്ട രീതിയിൽ അഭിനയിക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെ ഇറക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിലൊരു ഷോ അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ നിന്ന് ആർക്കാണ് നേട്ടമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത എടുത്തു. ഇന്നത്തെ എപ്പിസോഡ് ആര് തൂക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള കണ്ടസ്റ്റന്റുകളൊന്നുമല്ല. ജാസ്മിൻ്റെ ജാഫർ വന്ന് എപ്പിസോഡ് തൂക്കിയെന്ന് തന്നെ പറയണം. പുള്ളി വന്നിട്ട് അതിൻ്റെ അകത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം നല്ല ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തേ. ഈ ഫോട്ടോ ആ മൂലക്ക് ആ ബെഡിൻ്റെ ആ സൈഡിൽ ഇരിപ്പുണ്ട്, അവിടെ പോയിട്ട് അത് എടുക്കണം, ആ മാല എടുക്കണം, ഇത് എടുക്കണം, ആ ടെഡി ബെയർ കൊണ്ടേ കൊടുക്കണം. എന്ത് ഡ്രാമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസാണ് നടന്നുകൊണ്ടിരുന്നത് വെച്ചാൽ അതിൻ്റെ അകത്ത്. ലൈവ് കണ്ടപ്പോൾ ഞാനും ആദ്യം വിചാരിച്ചു ഒരു അച്ഛൻ്റെ വിഷമം കൊണ്ട് ചെയ്തതായിരിക്കും ഇങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് ഓവറായപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് എന്താണ് കാണിക്കുന്നത് ഇയാൾ അങ്ങനത്തെ ഒരു ലെവലിലോട്ട്. പിന്നെ അവിടെ നാടകീയ രംഗങ്ങളാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത്. അവർക്ക് അവിടെ എന്തിനു വന്നു, ആരെ സപ്പോർട്ട് ചെയ്യണം, ആരെ താഴ്ത്തണം എന്നുള്ളൊരു മൈൻഡിൽ തന്നെ വന്നത്. കാരണം ജിൻഡോ പോയി ഒരുപാട് തവണ സംസാരിക്കാൻ നോക്കിയിട്ടും ഒരു ജിൻഡോക്ക് ഒരു വില കൊടുക്കാത്ത രീതിയിലാണ്. ബാക്കി എല്ലാവരോടും ഗെയിമായിട്ട് എടുക്കണം, അതൊന്നുമില്ല. ജാസ്മിനെ പെടലിക്കിട്ട് താങ്ങിയ റസ്മിനോട് വരെ പോയിട്ട് ക്ഷമിക്കണം, അതൊക്കെ ഒന്നും നിങ്ങൾ സോറി ഒന്നും പറയണ്ട, എല്ലാം ഗെയിമാണെന്നൊക്കെ പറയുന്ന ആളുകൾ ജിൻഡോ വന്ന് സംസാരിക്കാൻ നിൽക്കുമ്പോൾ ജാസ്മിൻ്റെ ഉമ്മ ആയാലും വാപ്പയായാലും ഒരുമാതിരി ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അത് എപ്പിസോഡിലോട്ട് എടുത്ത് കാണിച്ചില്ല. ലൈവ് കണ്ടവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ബാക്കി എല്ലാവരോടും എല്ലാം ഗെയിമായിട്ട് എടുക്കും, ഗെയിമായിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ, ഞങ്ങൾക്ക് ആരോടും ദേഷ്യമില്ല എന്ന് പറഞ്ഞിട്ട് ജിൻഡോനോട് മാത്രം എന്തിനാ ആ ഒരു പാർഷ്യാലിറ്റി കാണിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ലൈവ് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ്. എനിക്ക് മാത്രം തോന്നിയതാണോ അത് നിങ്ങൾക്ക് തോന്നിയത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ലൈവ് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ജിൻഡോയെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തത്. ജാസ്മിൻ്റെ ഉമ്മയാനും വാപ്പയാലും ജിൻഡോ ഒരു ആരോഗ്യത്തോടുകൂടി നോക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ റസ്മിൻ്റെ ഫാമിലി വന്നാകുമ്പോൾ ഉള്ള ഏറ്റവും വലിയ സിറ്റുവേഷൻ റസ്മിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ ജിൻഡോ. ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ റസ്മിൻ നമ്മുടെ ശ്രീധുവിനെ വിളിക്കണം. റസ്മിൻ്റെ ഫാമിലി എന്ന് പറയും, ശ്രീധു ഇങ്ങ് വാ, എൻ്റെ പറയുന്നത് റസ്മിൻ്റെ അനിയനെ കാണിച്ചിട്ട് പറയാണ് ഇത് നിൻ്റെ ഫാനാണെന്ന്. റസ്മിൻ പറഞ്ഞിട്ടില്ല, റസ്മിൻ്റെ അനിയൻ പറഞ്ഞിട്ടില്ല, ശ്രീധു പറഞ്ഞിട്ടില്ല. റസ്മിൻ്റെ അനിയൻ ചോദിക്കുകയാണ് അതപ്പോൾ എന്നിട്ട് പറയാം ഞാൻ ജിൻഡോ ഫാനാണെന്ന്. അണ്ണാക്കിലിട്ട് പൊട്ടിച്ച പോലെ പോയി. സ്വന്തം അനിയൻ വന്നിട്ട് റസ്മിൻ്റെ അണ്ണാക്കിലിട്ട് കൊടുത്ത പോലെ പോയി. അത്രക്ക് അതായത് റസ്മിന് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. ജിൻഡോ ആണ് സ്വന്തം അനിയൻ്റെ ബെസ്റ്റ് പ്ലെയർ എന്ന്. ജാസ്മിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ എഴുതിയ ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് വഴിതെറ്റി മാറി സഞ്ചരിച്ച് പോയ ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവിടെ ഇവർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഇങ്ങനെയൊക്കെ ഗെയിം ചെയ്യണം, ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ടൈം വരുമ്പോൾ ഇങ്ങനത്തെ ഗെയിം ഇറക്കണം എന്നൊക്കെയുള്ള പ്ലാനോടുകൂടി അകത്തോട്ട് വിട്ട ജാസ്മിൻ അകത്ത് പോയിട്ട് ഗബ്രുമായിട്ടുള്ള കൂട്ടുപിടിച്ച് ട്രാക്ക് മാറിപ്പോയോ എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ജാസ്മിൻ അവിടെ ഗെയിമായിട്ട് തുടങ്ങിയ ഒരു കാര്യം പിന്നീട് അത് ജാസ്മിൻ അത് മനസ്സിൽ തട്ടിയോന്ന് തോന്നി. ഗബ്രിയായിട്ട് അത്രയ്ക്ക് അങ്ങ് അറ്റാച്ച്ഡ് ആയോന്ന് എനിക്ക് തോന്നുന്നു, റിയലായിട്ട് അറ്റാച്ച്ഡ് ആയോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഗബ്രിക്ക് അത് പ്യൂർ ഗെയിമായിരുന്നുള്ള കാര്യം ഗബ്രി പുറത്തിറങ്ങിയിട്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. ഗബ്രിയുടെ ഇൻ്റർവ്യൂവിനെ പറ്റി നമുക്ക് സംസാരിക്കാനേ പറ്റില്ല. അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തല്ലിക്കൊല്ലാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും ജീവനോടിരിക്കുന്നുള്ള ലെവലിൽ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. അപ്പോഴും ജാസ്മിൻ ഇപ്പോഴും ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇത് ശരി റിയൽ ആണോ, ഫേക്ക് ആണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ എനിക്ക് പോലും ഇടയ്ക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് ഇത് ശരിക്കും റിയലായിട്ട് കാണിക്കുന്നതാണ്, അത്രയ്ക്ക് അങ്ങ് അറ്റാച്ച്ഡ് ആയോ എന്നുള്ള രീതിയിൽ. കാരണം ഇന്ന് തന്നെ മാലയൊക്കെ ഊരിയെടുക്കുമ്പോൾ, അതായത് ഭർത്താവ് മരിച്ച ഒരു വിധവയുടെ താലിമാല ഊരിയെടുക്കുന്ന ഒരു റിയാക്ഷനാണ് ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വാപ്പ ഉമ്മ എല്ലാവരും പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഈ ഫോട്ടോ നോക്കി വേണം സംസാരിക്കാൻ, മറ്റേ ഫോട്ടോ നോക്കി സംസാരിക്കരുത്, ഇനി ഞങ്ങളുടെ ഫോട്ടോ നോക്കി വേണം സംസാരിക്കാൻ, നീ രാത്രി ഈ ടെഡി ബെയറിനെ കെട്ടിപ്പിടിച്ച് കിടക്കണം, അഫ്സലിനെ പറ്റി സംസാരിക്കണം. ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഫ്സൽ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ കണ്ടിട്ട് ഇത്രയും ലെവലിൽ കാര്യങ്ങൾ പോയിട്ടും ഈ അഫ്സൽ എന്ന് പറയുന്ന, അതായത് ജാസ്മിൻ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ പുറത്ത്, ആ ഒരു ക്യാരക്ടർ ഇനിയും ജാസ്മിനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് പോയൊരു പരിപാടി ആയതുകൊണ്ടായിരിക്കണം. അതല്ലാണ്ട് ഇത് റിയലായിട്ട് നടന്നാണെങ്കിൽ ഒരിക്കലും അങ്ങനൊരു അക്സെപ്റ്റൻസ്
പുള്ളിക്കാരുടെ ഭാഗത്ത് നിന്ന് കിട്ടാൻ എനിക്ക് ചാൻസ് ഇല്ല. അപ്പോൾ എന്നാലും പുള്ളിയുടെ പേര് ഇന്നത്തെ എപ്പിസോഡിലോട്ട് വലിച്ചിടുമ്പോൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, ഇത് സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ജാസ്മിൻ അത്രയും നേരം നിന്ന് സംസാരിച്ചിട്ടും വാപ്പാടെ ബ്ലോക്ക് മാറിയോ, ഓപ്പറേഷൻ എന്തായി, ആരോഗ്യം എങ്ങനെയുണ്ട്, ഒരു വാക്ക് ഞാൻ വിചാരിച്ചു ലൈവിൽ ഞാൻ മിസ്സായതാണോ, അതാണ് ഞാൻ നോക്കിയിരുന്നത്. കയറി വരുമ്പോൾ ലാലേട്ടനോട് വരെ ചോദിച്ചാണ്, ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ ലാലേട്ട എന്ന് ചോദിച്ചാൽ ജാസ്മിനാണ്. വാപ്പയും ഉമ്മയെ നേരിട്ട് വന്നിട്ട് ബ്ലോക്ക് എങ്ങനെയുണ്ട്, ഇപ്പം ഓക്കെ ആണോ, ഇതൊന്നുമല്ല അവിടെ സംസാരിച്ചത്. അവിടെ അവർ വേറെ കാര്യങ്ങൾ അവസാനം എപ്പിസോഡിൽ കാണിക്കാനായിട്ട് ഋഷി ചോദിക്കുന്നതും ജാസ്മിൻ്റെ വാപ്പ അതിനെപ്പറ്റി പറയുന്നതും എടുത്തിട്ടുണ്ട്. ജാസ്മിൻ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും എപ്പിസോഡിൽ ഇട്ടേനെ. അത് ഋഷി ചോദിക്കുന്നതാണ് എപ്പിസോഡ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ലൈവിൽ മിസ്സാക്കിയതൊന്നുമല്ല, ജാസ്മിൻ ഈ കാര്യം മറന്നുപോയി. അതാണ് അവിടെ നടന്നത്. ബിഗ് ബോസിനെ വിളിച്ച് പറയാൻ പറ്റില്ല ജാസ്മിന് വാപ്പയുടെ ബ്ലോക്കിനെ പറ്റി ചോദിക്കുക, അത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് എപ്പിസോഡിലോട്ട് വന്നപ്പോൾ ഋഷി ചോദിക്കുന്ന ആ ഒരു സീൻ അതിൽ എടുത്തിട്ട് ജാസ്മിൻ ചോദിച്ചിട്ടില്ല, ജാസ്മിനെ കാര്യമേ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഈ ഫോൺ വിളിച്ചിട്ട് എന്താണ് വാപ്പ പറഞ്ഞു കൊടുത്തതെന്ന്. അങ്ങനെ ട്രാക്ക് മാറിപ്പോയ ജാസ്മിനെ തിരിച്ച് ട്രാക്കിലോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു സംഭവമായിരുന്നു ഈ ഫാമിലി വീക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ജിൻഡോ കപ്പ് അടിച്ചു കഴിഞ്ഞാൽ, അതായത് ജിൻഡോ എന്നൊരാൾ അവിടെ ഒറ്റക്ക് നിന്ന് കളിക്കുന്ന കളി അവിടെ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ നമുക്ക് വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഗെയിമാണ് പുള്ളി അതിൻ്റെ അകത്ത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അൺപ്രഡിക്റ്റബിൾ പ്ലെയർ എന്ന് ചുമ്മാ വിളിക്കുന്നതല്ല, പുള്ളിയെ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പുള്ളി ഏത് ടൈമിൽ എങ്ങനെ കളിക്കും, ഒരാൾക്കും അതിൽ ആ ഒരു കാര്യത്തിൽ ഉറപ്പില്ല പുള്ളി എങ്ങനെ ഗെയിം ചേഞ്ച് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ. ഹൗസിലുള്ള എല്ലാവരുടെ ഒരു പേടി സ്വപ്നം തന്നെയാണ്. എല്ലാവരും പുറത്ത് പറയുമ്പോൾ ജിൻഡോ അങ്ങനെയാണ് മലത്തിയടിക്കുന്നതൊക്കെ പറയുമെങ്കിൽ എല്ലാവരുടെ ഒരു പേടി സ്വപ്നം, ഹൗസിൽ കംപ്ലീറ്റ് ആളുകളുടെയും പേടി സ്വപ്നം ജിൻഡോ തന്നെയാണ്. ഈ പറയുന്ന ഇത്രയും വലിയ സപ്പോർട്ട് കിട്ടുന്ന, ഇത്രയും വലിയ സ്ക്രിപ്റ്റിൽ ഒരു ഷോ ജാസ്മിന് വേണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഗ്യാങ്ങിനും വേണ്ടി ഒരു ഷോ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ കിടന്ന് കളിക്കുന്ന കളി ഒറ്റക്ക്, അവിടെ വേറെ ടീമുണ്ട്, ഈ സായി, അഭിഷേക്, സിജോ, അങ്ങനെ ഒരു ഗ്യാങ് വേറെ ഉണ്ട്. പിന്നെ നമ്മുടെ ശ്രീതു അർജുൻ്റെ ഒരു ഗ്യാങ് വേറെ, അൻസിബ, ഋഷി അവരുടെ ഗ്യാങ് വേറെ, അങ്ങനെ ഗ്യാങ്ങുകൾ പലതും ഉള്ളൊരു സിറ്റുവേഷനിൽ അവർ ഈ അഭിഷേകിൻ്റെയും ഇവരുടെയൊക്കെ പ്ലാനിങ്, സായിയുടെയൊക്കെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്ലാനിങ് ആണ്. ഇവരുടെയൊക്കെ ഒരു വിചാരം ഇവരെല്ലാവരും ടോപ്പ് ലെവൽ പ്ലെയേഴ്സാണ്, നമ്മുടെ നന്ദനെ കൊണ്ട് മറ്റേ പണപ്പെട്ടി എടുപ്പിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇവരെല്ലാവരും ബിലോ ആവറേജ് പ്ലെയേഴ്സാണെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ. ഇവരെല്ലാവരും കിടന്ന് അതിൻ്റെ അകത്ത് വൻ പ്ലാനിങ് ഒക്കെയാണ്, ഇവരെന്തോ വലിയ പ്ലെയേഴ്സാണെന്നുള്ള രീതിയിൽ മനസ്സിൽ കണ്ടാണ് ഇവരെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ ജിൻഡോയുടെ പ്രത്യേകത. ഇവിടെ ഒരു സ്ഥലത്ത് ഷോയുടെ സ്ക്രിപ്റ്റ് വരെ ജാസ്മിൻ്റെ ഗ്യാങ്ങിനും വേണ്ടി ഓടുന്നു, വേറൊരു സ്ഥലത്ത് വൻ ടീമുകൾ വൻ പ്ലാനുകൾ നടത്തുന്നു. അങ്ങനെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒറ്റക്ക് നിന്ന് കളിക്കുന്നു. ഇവരെല്ലാവരും ഒറ്റക്ക് നിന്ന് പോരാടുന്ന ഒരാളാണ് ജിൻഡോ. ആ ഒരു കാര്യത്തിലാണ് പുള്ളി കപ്പടിക്കുന്നത് കാണണമെന്ന് ഇത്ര ആഗ്രഹം വരാനുള്ള കാര്യം. കാരണം അത്രയും വലിയ ഇമ്പാക്റ്റ് പുറത്തുണ്ടായിരിക്കും. ഇന്നത്തെ ട്രെൻഡിങ് ആയ സംഭവം ജാസ്മിൻ്റെ ഫാദർ വരുന്നു, സോഷ്യൽ മീഡിയ കത്തിന്ന് തന്നെ പറയണം. അതായത് ഈ പുള്ളിക്കാരൻ ഹൗസിലോട്ട് വരുന്നത് എങ്ങനെ റിയാക്ട് ചെയ്യും, വന്ന് ജാസ്മിനെ ചിലപ്പോൾ തല്ലിക്കൊല്ലോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് എല്ലാവരും കാണാനിരുന്നത്. അത്രയ്ക്ക് ട്രെൻഡിങ്ങിൽ പോയി. അത്രയും വലിയ സപ്പോർട്ട് ഈ ഒരു ജാസ്മിൻ എന്നൊരു ക്യാരക്ടറിനും പിന്നെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും കിട്ടുന്നുണ്ട്. എന്നാൽ റസ്മിൻ എവിക്റ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുള്ള വീക്കിൽ എവിക്ഷനെ പറ്റി സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. എവിക്ഷൻ എന്തേ അതാണ് ചോദിക്കുന്നത്. ഇപ്പോഴും വോട്ടിങ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം വരെ റസ്മിൻ്റെ ഫാമിലി വരാണ്ട് അവസാനത്ത് അത്രയും ദിവസം കൊണ്ടുവന്ന് വെച്ചിട്ട് ലാസ്റ്റ് ഡേ റസ്മിൻ്റെ ഫാമിലി കൊണ്ടുവന്നു. അപ്പോൾ ജാസ്മിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് റസ്മിന് കൊടുക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ആ കാണുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു ഗ്യാങ് കയറി വരാൻ വേണ്ടി ഇത്രയും കിടന്ന് ഷോയുടെ പുറകിലുള്ള ആളുകൾ കളിക്കുന്നു, ഹൗസിലുള്ള ടീമുകളെല്ലാം കൂടി എതിരായിട്ട് വേറെ ടീം നിൽക്കുന്നു. അവിടെയൊക്കെയാണ് ഈ ജിൻഡോ എന്നുള്ള ആൾ ഒറ്റയ്ക്ക് പോരാടുന്നതിൻ്റെ വില നമുക്ക് മനസ്സിലാവുന്നത്. പുള്ളി ഈ ഒരു പ്രായത്തിൽ പുള്ളിയുടെ പ്രായം നോക്കണം, പുള്ളിയുടെ ആരോഗ്യം എല്ലാം നോക്കണം നമ്മൾ. അതായത് ഈ യങ് ജനറേഷനായിട്ട് ഒരു ഓൾഡ് ജനറേഷൻ മുട്ടി നിൽക്കണം എന്ന് പറയില്ല, ആ ഒരു ലെവലിലാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി വിട്ടുകൊടുക്കില്ല. പുള്ളിയുടെ ഗെയിം സത്യം പറഞ്ഞാൽ ഇനി പല രീതിയിലും ടെസ്റ്റുകൾ അവിടെ ഇറക്കും. ജിൻഡോ എന്നൊരു വ്യക്തിയെ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിലോ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വിഷയത്തിൻ്റെ പേരിലോ അല്ലാണ്ട് അതിൻ്റെ അകത്ത് നിന്ന് പുറത്താക്കാൻ അവർ കേടന്ന് നോക്കിയാലും പറ്റില്ല. കാരണം ജിൻഡോ ഉറപ്പിച്ചിട്ടാണ്. ജിൻഡോ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് പുറത്ത് പോകാനാണെങ്കിൽ പണ്ടേ പോയാനെ. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ളൊരു മൈൻഡോട് കൂടി അകത്തോട്ട് കയറി വന്ന ആളാണ്. അങ്ങനെ അതിൽ തോപ്പിക്കണമെങ്കിൽ ഈ ഷോ ഡയറക്ടറല്ല ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. ഈ വോട്ടിൻ്റെ ബേസിലാണ് അവസാനം കപ്പ് കൊടുക്കുന്നത് എങ്കിൽ അത് ജിൻഡോ തൂക്കിയിരിക്കുന്നത് തന്നെ പറയണം. കാരണം ജിൻഡോ അവിടെ ഒറ്റക്ക് നിന്ന് കളിക്കുന്നത് വേറൊരാളുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരാളെ ഒറ്റക്ക് നിന്ന് കളിക്കുന്നത്. അത് പുള്ളി എല്ലാവരും പറയുന്നത് പുള്ളി വിശ്വസിക്കാൻ പറ്റില്ല, പുള്ളി കള്ളനാണ്, പുള്ളി നുണ പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. അവിടെ കൂട്ടം കൂടി കളിക്കാനല്ല വന്നേക്കുന്നത്. ഇതിന് ഒറ്റ ഒരു വിന്നറേ ഉള്ളൂ. അപ്പോൾ ഒറ്റക്ക് നിന്ന് കളിച്ച് കയറുന്ന ആളാണ്. അതിൽ മറ്റുള്ളവർ അതിൻ്റെ അകത്ത് പുള്ളി പറയുന്ന പോലെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ ഇതിനൊന്നും അല്ല അതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. അതിനകത്ത് ഗെയിം കളിക്കാനാണ് വന്നേക്കുന്നത്. അത് ഫ്രണ്ട്ഷിപ്പൊക്കെ പുറത്ത് ബിഗ് ബോസിൻ്റെ അകത്ത് അവരെല്ലാവരും ശത്രുക്കളാണ്. എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് വാല്യൂ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഇപ്പോൾ ഏറ്റവും വലിയ ഫ്രണ്ട്സായിട്ട് പറയുന്ന
ഋഷി അൻസിബെ അല്ലെങ്കിൽ ജാസ്മിനും റസ്മിനും ഇവരൊക്കെ ഫൈനലിൽ രണ്ടുപേരായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇവരോട് പറയണം നിങ്ങൾ ആരെങ്കിലും ഒരാൾ തീരുമാനിച്ച് കപ്പെടുത്തോ എന്ന് പറയുകയാണെങ്കിൽ ഇവർ അങ്ങോട്ടും കൊണ്ടുവന്നാൽ നീ എടുത്തോ എന്ന് പറയില്ല, ഞാൻ എടുക്കും എന്ന് തന്നെയല്ലേ അവർ പറയുള്ളൂ. അതാണ് ഇതിനൊറ്റ വിന്നറുള്ളൂ. ഏത് നിമിഷമായാലും ഒരാൾക്ക് എതിര് നിന്നേ പറ്റൂ. അപ്പോൾ ആദ്യമേ എല്ലാവർക്കും എതിര് നിന്ന് പോകണമെങ്കിൽ എന്താണ് തെറ്റ്? അത് അങ്ങനെ ഗെയിം പ്ലേ ആണ് കറക്റ്റ്. ബിഗ് ബോസിനെ എങ്ങനെയാണ് കളിക്കേണ്ടത് അത് കറക്റ്റ് കളിക്കുന്നതിൽ ഇപ്പോൾ ഈ ഒരു സീസൺ 6 നിലവാരം വെച്ച് അതിൽ ഒരാളെ കറക്റ്റ് ഗെയിം കളിക്കുന്നുള്ള ജിൻഡോ ആണ്. അപ്പം എന്തായാലും ഈ നാടകീയ രംഗങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവും എന്നുള്ളൊരു ചിന്ത ഇതിൻ്റെ ഷോ ഡയറക്ടർക്ക് അത് അയാളുടെ വിവരക്കേടാണോ അതോ ഇനി ഇത് കോൺട്രവേഴ്സി ഇതിൻ്റെ TRP റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ ബിഗ് ബോസ് എന്നൊരു ഷോ കാണുന്ന ഏതൊരു പ്രേക്ഷകനും മനസ്സിലാവും ഇത് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ട നാടകീയ രംഗങ്ങൾ പുറത്തുനിന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിട്ട് അതിൻ്റെ അകത്ത് ചെയ്തതാണ്. അത് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇത് സിനിമയല്ലല്ലോ, ഇത് റിയാലിറ്റി ഷോ അല്ലേ. അപ്പോൾ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് സത്യം പറയാൻ എനിക്ക് മനസ്സിലാകുന്നില്ല. ടോട്ടലി കൺഫ്യൂസ്ഡാണ് ഞാൻ. ഈ ജാസ്മിൻ എന്നുള്ളൊരു ക്യാരക്ടർ എനിക്ക് പല ടൈമിൽ ഇപ്പോൾ ജാസ്മിൻ എനിക്ക് ഇഷ്ടമാണ്. ഈ ഗെയിമിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ജാസ്മിൻ, പക്ഷേ ജാസ്മിൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഈ ഗബ്രിയോ അല്ലെങ്കിൽ ഇത്ര ബിഗ് ബോസിൻ്റെ ഒരു സപ്പോർട്ടോ ഇല്ലാണ്ട് ജാസ്മിൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഒരു നോർമൽ പ്ലെയറായിട്ട് ആണ് ജാസ്മിൻ ഇത്തവണ കളിച്ചിരുന്നെങ്കിൽ ജാസ്മിൻ സിമ്പിളായിട്ട് അവസാനം വരെ പോയേനെ. കാരണം അത്രയും കപ്പാസിറ്റി ഉള്ള 23ാമത്തെ വയസ്സിൽ അവൾ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി അതിൻ്റെ അകത്ത് സ്വന്തം അച്ഛനെ അമ്മനെ സുഖമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ വിജയം തന്നെയാണ്. അത്രയും കഴിവുള്ളതുകൊണ്ട് തന്നെയാണ്. അത് നമുക്ക് പേഴ്സണലായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും അത് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടി അച്ചീവ് ചെയ്താക്കുന്ന പല കാര്യങ്ങളും 23 വയസ്സുള്ളപ്പോൾ നമ്മളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്, അത്ര കഴിവുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ഇതുപോലൊരു ഷോയിൽ ഇതുപോലെ കിടന്ന് കാണിച്ച് ആ കഴിവ് നശിപ്പിച്ചു എന്ന് തന്നെ പറയണം. റിയലായിട്ട് കളിച്ചിരുന്നെങ്കിൽ മുന്നോട്ട് പോയിരുന്നേനെ, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തേനെ. പക്ഷേ ഇവിടെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ബേസിൽ അവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറയാനാണ്, വളരെ മോശം തന്നെ പറയാൻ പറ്റുള്ളൂ. കാണുന്ന പ്രേക്ഷകരെ മണ്ടന്മാരാക്കണം. നമുക്ക് ഇവിടെ ഇങ്ങനെ സംസാരിക്കാനേ പറ്റുള്ളൂ. പക്ഷേ അൾട്ടിമേറ്റ്ലി അതിൻ്റെ അകത്ത് ഷോ ഡയറക്ടറും. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ലാലേട്ടൻ വരെ ഇതിൽ കോമഡി എന്നുള്ളതാണ്. ലാലേട്ടനെ വെച്ച് വരെ അവർ ഗെയിം കളിച്ചു. വളരെ മോശം. എല്ലാവരും ഇനി ഒരു സ്ക്രിപ്റ്റിൽ അഭിനയിക്കാനായിട്ട് ആരുമില്ല, എല്ലാവരും വെച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു അവസാനം ക്ലൈമാക്സ് എന്താകും എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമേ ഡൗട്ടുള്ളൂ. ക്ലൈമാക്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ലൊരാൾ കപ്പടിക്കട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നാളത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. ബൈ.